എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് SSLC പരീക്ഷയുടെ റിസൾട്ട് വന്നത്. അപ്പൊ ആ SSLC പരീക്ഷയ്ക്ക് തോറ്റുപോയ കുട്ടികളുണ്ടെങ്കിൽ ആ തോറ്റുപോയ കുട്ടികൾക്കോ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കോ നിങ്ങളുടെ മാർക്ക് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയുള്ള പുനർമൂല്യനിർണയം, അതുപോലെ ഫോട്ടോ കോപ്പി, സൂക്ഷ്മ പരിശോധന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിനകം ചിലപ്പോൾ നിങ്ങൾ അത് അറിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അത് എവിടെയാണ് സമർപ്പിക്കേണ്ടത്, എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്, അതിന്റെ ഫീസ് വിവരങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാ മക്കൾക്കും അറിയണമെന്നില്ല. അറിഞ്ഞവരുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം, നിങ്ങൾ കാണേണ്ടതില്ല. പിന്നെ അറിയാത്തവരുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്യാം, അറിയാത്തവർക്ക് ഇത് കാണാം. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് SSLC പരീക്ഷയ്ക്ക് എങ്ങനെയാണ് സൂക്ഷ്മ പരിശോധനയ്ക്കും അതുപോലെ തന്നെ ഫോട്ടോ കോപ്പിക്കും അതുപോലെ പുനർമൂല്യനിർണയത്തിനും അപേക്ഷ കൊടുക്കേണ്ടത്. റീവാലുവേഷനും അതുപോലെ സ്ക്രൂട്ടിനിയും ഫോട്ടോ കോപ്പിയും ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഇവിടെ ആദ്യം ഈ മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ആദ്യം പുനർമൂല്യനിർണയം അഥവാ റീവാലുവേഷൻ എന്താണെന്ന് പറയാം. നമ്മൾ എഴുതിയ ഒരു പരീക്ഷയുടെ ആൻസർ ഷീറ്റ്, ആ പരീക്ഷയിൽ നമ്മൾ മാർക്ക് വളരെ കുറഞ്ഞതോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാർക്കാണ് കിട്ടിയത്, അതായത് വളരെ കുറച്ച് മാർക്കാണ് കിട്ടിയതോ അല്ലെങ്കിൽ നമ്മൾ തോറ്റു പോവുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇതല്ല ഇതിലും കൂടുതൽ മാർക്ക് കിട്ടും എന്ന് ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ആ പേപ്പർ നിങ്ങൾക്ക് പുനർമൂല്യനിർണയം അഥവാ റീവാലുവേഷന് സമർപ്പിക്കാവുന്നതാണ്. അപ്പൊ ആ റീവാലുവേഷന്റെ പ്രോസസ് എന്താണെന്ന് വെച്ചാല് നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഏത് പേപ്പറാണ് നമ്മൾക്ക് റീവാല്യൂ ചെയ്യേണ്ടത്, വീണ്ടും വാല്യൂ ചെയ്യുക, അതാണ് റീവാലുവേഷൻ. ഓക്കെ, വീണ്ടും മൂല്യം നിർണയം നടത്തുക എന്നുള്ളതാണ്. അപ്പൊ അത് ആ പേപ്പർ മാത്രമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആദ്യം മുതലേ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് പരിഗണിക്കാതെ ആദ്യം മുതലേ നിങ്ങളുടെ ആൻസർ ഷീറ്റ് വീണ്ടും മൂല്യനിർണയം നടത്തുന്നു എന്നുള്ളതാണ് പുനർമൂല്യനിർണയം. ഓക്കെ, മനസ്സിലായല്ലോ. പുനർമൂല്യനിർണയം എന്നുള്ളത് വീണ്ടും നമ്മുടെ പേപ്പർ, നമ്മൾ ഏത് പേപ്പറാണോ അപേക്ഷിക്കുന്നത് അത് വീണ്ടും നമുക്ക് ആദ്യം മുതലേ എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സും, അതായത് നമ്മൾ എഴുതിയിട്ടുള്ള എല്ലാ ആൻസേഴ്സും വീണ്ടും പുനർമൂല്യനിർണയം നടത്തുക, വീണ്ടും മൂല്യനിർണയം നടത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാല് നമ്മൾ എഴുതിയ ആൻസർ ഷീറ്റ് അത് നമുക്ക് പിന്നെ ഉയർന്ന മാർക്ക് കിട്ടിയതാണെങ്കിലും കുറഞ്ഞ മാർക്ക് കിട്ടിയതാണെങ്കിലും നിങ്ങൾക്ക് ഫോട്ടോ കോപ്പിക്ക് ആവശ്യപ്പെടാം. ഓക്കെ, അപ്പൊ ഫോട്ടോ കോപ്പിയുടെ പ്രത്യേകത, നമ്മൾ എഴുതിയ ആൻസർ ഷീറ്റ്, അവര് വാല്യൂ ചെയ്ത ആൻസർ ഷീറ്റ് നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ കോപ്പി എടുത്തിട്ട് നമുക്ക് അയച്ചു തരും. അതാണ് ഫോട്ടോ കോപ്പി എന്ന് പറയുന്നത്. സൂക്ഷ്മ പരിശോധന എന്ന് പറയുന്ന മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാല് നമ്മൾക്ക് കിട്ടിയ മാർക്ക് പോരാ, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയ മാർക്ക് കുറവാണ്, ഞാൻ പ്രതീക്ഷിച്ച അത്ര മാർക്കല്ല എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നൊരു കുട്ടി പറയുകയാണെങ്കിൽ ആ കുട്ടിയുടെ ആൻസർ ഷീറ്റ് നമുക്ക് എന്ത് ചെയ്യാം, സൂക്ഷ്മ പരിശോധന അല്ലെങ്കിൽ സ്ക്രൂട്ടിനിക്ക് അയക്കാവുന്നതാണ്. അപ്പൊ സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാല് എന്താ അവിടെ ചെയ്യുന്നത്, വീണ്ടും മൂല്യനിർണയം നടത്തുകയല്ല, മറിച്ച് നമുക്ക് കിട്ടിയ മാർക്കിനെ ഒന്നുകൂടി എന്ത് ചെയ്യാണ്, കൂട്ടി നോക്കുകയാണ് ചെയ്യുക. അതായത് ആൻസർ ഷീറ്റിൽ ഇട്ട് വെച്ചിട്ടുള്ള മാർക്ക്, നമ്മൾ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യന്റെ നേരെ ആൻസറിന് നേരെ നമുക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എത്രയാണോ അത് കൂട്ടി നോക്കുകയാണ് ചെയ്യുക. വീണ്ടും ഒരു തവണ കൂടി കൂട്ടി നോക്കും. അതായത് നമുക്ക് കിട്ടിയ മാർക്ക് അവിടെ എഴുതിയ മാർക്ക് തന്നെയാണോ, അതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ വല്ല പാകപ്പിഴയും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ് എന്ത്, സ്ക്രൂട്ടിനി എന്ന് പറയുന്നത്. ഓക്കെ, സംഭവം ക്ലിയർ അല്ലേ? ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, റീവാലുവേഷന് കൊടുക്കാൻ. പൊതുവെ എല്ലാവരും പറയല് മാർക്ക് കുറഞ്ഞാല് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തോറ്റുപോയാല് ആ പേപ്പറിന് നമ്മൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല, തോറ്റുപോയി, അങ്ങനെയൊക്കെയാണെങ്കിൽ കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നത് റീവാലുവേഷന് കൊടുത്താൽ മതി എന്നുള്ളതാണ്. പക്ഷെ റീവാലുവേഷന് കൊടുത്താൽ എത്ര മാർക്ക് വരെയാണ് നമുക്ക് കൂടുക അതും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും. ഒരു 5 മാർക്കൊക്കെയാണ് നമുക്ക് മാക്സിമം കൂടി കിട്ടാൻ സാധ്യത കാണുന്നത്. ഓക്കെ, അല്ലാതെ വലിയൊരു മാർക്കിന്റെ വ്യത്യാസം നമ്മുടെ ആൻസർ ഷീറ്റിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഓൾറെഡി അവിടെ ആൻസർ വാല്യൂ ചെയ്ത, അതായത് മൂല്യനിർണയം നടത്തിയ അധ്യാപകന് വളരെ വലിയൊരു വീഴ്ച അവിടെ സംഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട്, അദ്ദേഹം നടത്തിയ ജോലിയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രയാസം അനുഭവിക്കേണ്ടി വന്നേക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ അധ്യാപകരും വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആൻസർ വാല്യൂ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോ
കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പുനർമൂല്യനിർണയം അല്ലെങ്കിൽ റീവാലുവേഷന് തന്നെയാണ് അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫോട്ടോ കോപ്പിക്ക് കൂടി അപേക്ഷ കൊടുക്കുന്നത് നല്ലതായിരിക്കും. പലപ്പോഴും റീവാലുവേഷൻ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന മാർക്ക്, അതായത് നമ്മുടെ റിസൾട്ട്, റീവാലുവേഷന്റെ റിസൾട്ട് എന്തായിരിക്കും? സെയിം എന്നായിട്ടാണ് വരിക. അതായത് മുൻപ് നമുക്ക് കിട്ടിയ മാർക്ക് എന്താണോ അത് തന്നെയാണ് നമ്മുടെ മാർക്ക് എന്ന രീതിയിലാണ് വീണ്ടും റീവാലുവേഷൻ ചെയ്താലും മാർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് നോക്കിയോ ഇല്ലയോ, എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടായോ എന്നൊക്കെ അറിയാൻ നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കുന്ന ആ പേപ്പറിന്റെ ഫോട്ടോ കോപ്പിക്ക് കൂടി ഒരുമിച്ച് അപേക്ഷ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, അതിന് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോ ഇതിന് അപേക്ഷ കൊടുക്കാവുന്നത് 10ാം ക്ലാസ്സുകാരുടെ റീവാലുവേഷന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇതിന് അപേക്ഷ കൊടുക്കുന്നത് നാളെയാണ്. ഓക്കെ, നാളെ മുതൽ അപേക്ഷ കൊടുക്കാം. അതായത് 2025 മെയ് മാസം 12ാം തീയതി മുതൽ മെയ് മാസം 17ാം തീയതി വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഓക്കെ, എന്ന് വെച്ചാല് 17ാം തീയതി വരെ എന്ന് പറഞ്ഞാൽ 17ാം തീയതി വരെ കാത്തു നിൽക്കരുത്. കാരണം ഇത് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നത് വേറൊരു സ്ഥലത്തും ആ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് സ്കൂളിൽ കൊണ്ട് കൊടുക്കുകയും വേണം. 2 പണി ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, അപേക്ഷ കൊടുക്കേണ്ടത് ഓൺലൈൻ ആയിട്ടാണ്. ഓക്കെ, ഓൺലൈൻ ആയിട്ട് എന്ന് പറയുമ്പോൾ അക്ഷയ സെന്റർ വഴി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജനസേവന കേന്ദ്രങ്ങൾ വഴി ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിന് അപേക്ഷ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഓൺലൈൻ ആയിട്ട് അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. കൃത്യമായിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആ കേന്ദ്രങ്ങളിൽ പോയിട്ട് നിങ്ങൾ ഇത് ചെയ്യണം. ഓക്കെ, ഇത് കൈകാര്യം ചെയ്യാൻ അറിയുന്നവര്, കൃത്യമായിട്ട് ഇത് പരിചയസമ്പന്നരായിട്ടുള്ള ജോലിക്കാരുള്ള സ്ഥാപനങ്ങൾ വഴി മാത്രമേ നിങ്ങൾ അപേക്ഷ കൊടുക്കാവൂ. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഓൺലൈൻ ആയിട്ട് അപേക്ഷിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ഒരു പ്രിന്റ് ഔട്ട് കിട്ടും. ആ പ്രിന്റ് ഔട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ അപേക്ഷ വീണ്ടും നമ്മൾ റീ അപ്പിയറിംഗ് ചെയ്യേണ്ടത്. അതായത് ഈ പ്രിന്റ് ഔട്ട് എടുത്തിട്ട്, അതായത് ഓൺലൈൻ വഴി അപേക്ഷിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രിന്റ് ഔട്ട് നമ്മൾ പരീക്ഷ എഴുതിയിട്ടുള്ള സ്കൂൾ ഏതാണോ ആ സ്കൂളില് നേരത്തെ പറഞ്ഞ തീയതിക്കുള്ളിൽ കൊണ്ടേ കൊടുക്കണം. 17ാം തീയതിക്കാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ ആ സമയത്ത് സൈറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വാങ്ങി വൈകുന്നേരമായി കഴിഞ്ഞ് സ്കൂളിലേക്ക് ഓടിക്കളിച്ച് ചെന്നാൽ സ്കൂളിൽ അത് വാങ്ങാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ മുമ്പ് ഈ കാര്യങ്ങൾ ചെയ്യുക. നാളെ തന്നെ പോയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുക. 12ാം തീയതി മുതൽ മെയ് 12 മുതൽ മെയ് 17 വരെ ഇതിന് സമയമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ റീവാലുവേഷന്റെ ഫീസ് എത്രയാണെന്ന് പറയാം. റീവാലുവേഷന് ഒരു പേപ്പറിന് 400 രൂപയാണ്. റീവാലുവേഷന്റെ ഒരു പേപ്പറിന് 400 രൂപയാണ്. നേരെ മറിച്ച് ഫോട്ടോ കോപ്പിക്ക് 200 രൂപയാണ് ഒരു പേപ്പറിന്. ഓക്കെ, അപ്പൊ റീവാലുവേഷന് നിങ്ങൾ ഒരു പേപ്പറിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫീസ് 400 രൂപയാണ്. അതോടൊപ്പം ഫോട്ടോ കോപ്പി കൂടി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ പേപ്പറിന് 200 രൂപ കൂടി ആഡ് ചെയ്യേണ്ടി വരും. ഇനി അതല്ല നിങ്ങൾ സ്ക്രൂട്ടണിയാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് സൂക്ഷ്മ പരിശോധനയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് വെറും 50 രൂപയാണ് ഒരു പേപ്പറിനുള്ളത്. മാർക്ക് ഒരിക്കൽ കൂടി കിട്ടിയ മാർക്ക് ഒരിക്കൽ കൂടി കൂട്ടി നോക്കാനാണെങ്കിൽ, ഒന്നുകൂടെ ആഡ് ചെയ്ത് നോക്കാനാണെന്നുണ്ടെങ്കിൽ അതിന് വെറും 50 രൂപ മാത്രമാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഒരിക്കൽ കൂടി പറയുന്നു, കൃത്യമായിട്ട് ചെയ്യാൻ അറിയുന്ന ആളുകളുടെ, അതായത് ഓൺലൈൻ ആയിട്ട് ചെയ്യാൻ അറിയുന്നവരെടുത്താണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ പരീക്ഷ എഴുതിയ സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കണം. മാത്രമല്ല, പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ട തീയതി എന്ന് പറയുന്നത് 2025 മെയ് 12 മുതൽ, അതായത് നാളെ മുതൽ മെയ് 17ാം തീയതി വരെയാണ്. ഓക്കെ മക്കളെ, അപ്പൊ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. രക്ഷിതാക്കൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും കുട്ടികളുടെ കാര്യത്തില് വളരെ നല്ലൊരു തീരുമാനം, അനുയോജ്യമായിട്ടുള്ള ഒരു തീരുമാനം, അനുകൂലമായിട്ടുള്ള തീരുമാനം നിങ്ങൾ കൈക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പുതിയ കാര്യങ്ങളൊക്കെ, അഡ്മിഷന്, നമ്മള് +1 അഡ്മിഷൻ അപേക്ഷ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ വരും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.